എൻട്രിയുടെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിന് പിന്നാലെ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഏതൊക്കെ രീതിയിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം, എങ്ങനെയൊക്കെ പഠിച്ചാൽ ടോപ്പ് റാങ്കിലേക്ക് വരാം എന്നുള്ള ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് അറിയാം. കാര്യം എത്ര പഠിച്ചാലും നമുക്കറിയാം ആദ്യത്തെ കുറച്ച് റാങ്കുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടതും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പാരലൽ ആയിട്ടുള്ള ഒരു മൂവ് കൂടി നടത്തുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് HSA ഇംഗ്ലീഷിൽ നമ്മൾ ഡീകോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര നാളും നടന്ന പരീക്ഷകളുടെ, അതും ഏറ്റവും അടുത്തൊരു 5-6 വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീപ്പായി അനലൈസ് ചെയ്തതിന് ശേഷം അതിന്റെ ആ ഒരു ഔട്ട്കം ഡീകോഡ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഡീകോഡിംഗ് ചെയ്ത് തുടങ്ങുന്നത്. സോ ഇതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിന്റെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത്. കഴിഞ്ഞു പോയ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഡീകോഡിംഗ് എന്ന് പറയുന്നത് എക്സാം എഴുതാൻ വേണ്ടി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിക്കുകയല്ല, കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് കൃത്യമായി അനലൈസ് ചെയ്ത് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയാണ്. ശേഷം ഓരോ ഡീകോഡിംഗ് വീഡിയോയ്ക്ക് ശേഷവും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻസ് ലൊക്കേറ്റ് ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. 6-7 ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ്. അത് സിലബസിൽ എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും അതല്ല, എങ്ങനെ വന്നാലും ഓപ്ഷൻസിലോ ക്വസ്റ്റ്യൻസിലോ ഇവരുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. സോ അവരെ ആദ്യമായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാൽ നമ്മൾ 10 ക്വസ്റ്റ്യനും കൊണ്ടാണ് എക്സാം ഹാളിലോട്ട് പോകുന്നത്. ഡീകോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ 10 ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലിരിപ്പ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് അവിടെ നിന്ന് നമുക്ക് യാതൊരു തെറ്റോ നെഗറ്റീവോ സംശയമോ ഒന്നും പരീക്ഷാ ഹാളിൽ വരത്തില്ല. നിങ്ങൾക്കറിയാം, ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള HSA പരീക്ഷയ്ക്ക് ഡീകോഡ് ചെയ്ത് കിട്ടുന്ന ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റാങ്ക് മേക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ആദ്യമായിട്ട് ഡീകോഡിങ്ങിന്റെ 1 മാസത്തിൽ ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഡീകോഡിങ്ങിന്റെ സീരീസ് സ്റ്റാർട്ട് നമ്മൾ തുടങ്ങുകയാണ്. VHSC ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്ത് കഴിഞ്ഞ നമ്മൾ HSAയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഇരുട്ടിലാണ് അല്ലേ. ആക്ച്വലി ഏത് എക്സാമിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു ഇരുട്ടിലാണ്. ആ ഇരുട്ടിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ സിലബസ് PYQ ഇത് രണ്ടുമാണ് നമ്മുടെ ടോർച്ചുകൾ. ഇവ രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതും എക്സാം എങ്ങനെയാണ്, എക്സാമിന്റെ സ്വഭാവം എങ്ങനെയാണ്. ചില എക്സാംസ് സിലബസ് വളരെ വാസ്റ്റ് ആയിരിക്കും, അത്രമാത്രം. UGC നെറ്റിന്റെ കാര്യം നിങ്ങൾക്ക് നോക്കാം, സിലബസ് വളരെ വാസ്റ്റ് ആണ്. പോയട്രി, ഫിക്ഷൻ, ഡ്രാമ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുക. പക്ഷേ നമ്മൾ ഓരോ തവണത്തെ PYQ അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്ന ആ ടോർച്ച് കൊണ്ട് നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട്. ലൈക്ക് വൈസ് ആണ് VHSC, HSA, HSST ഈ കഴിഞ്ഞുപോയ ഇംഗ്ലീഷ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഏരിയാസ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ ഹോൾഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതിനെ അനലൈസ് ചെയ്യുകയാണ്. VHSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following images is not used to compare the lovers in the poem Canonization? Canonization എന്ന് പറയുന്ന പോയത്തില് താഴെ പറയുന്നവയിൽ ഏത് ഇമേജ് ആണ് യൂസ് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാം, മെറ്റാഫിസിക്കൽ പോയട്രിയിൽ ഇമേജസിന് വലിയ പ്രാധാന്യമുണ്ട്. പല ഇമേജസും വയലന്റ്ലി യൂസ് ചെയ്തിട്ട് ഇമേജറി ഒക്കെ ആയിട്ടും സ്പെഷ്യൽ എഫക്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്ന് നമ്മൾ കാനനൈസേഷനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഓതർ ആയിട്ട് ഉള്ള ആ ഒരു റൈറ്ററേയും ജോൺ ഡണ്ണും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റാഫിസിക്കൽ പോയട്രിയിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ടും എടുക്കാം, അതല്ല ജോൺ ഡൺ ആസ് സച്ച് ആയിട്ട് നമുക്ക് കാനനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട്
ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർത്തിരിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അത്തരത്തിൽ പിക്ക് ചെയ്ത റെപ്പറ്റേറ്റീവ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which among the following events is mentioned to his coy mistress? To his coy mistress എന്ന് പറയുന്ന പോയത്തിൽ ആൻഡ്രൂ മാർവെലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയമാണ്. ഒരുപാട് നമുക്ക് പഠിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള പോയമാണ്. ആ പോയത്തില് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇവന്റ്സ് താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ടു ഹിസ് കോയ് മിസ്ട്രസ് റെപ്പറ്റേറ്റീവ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എപ്പിതലാമിയനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം സിലബസ് കംപ്ലീറ്റ് പഠിച്ചിട്ട് പോവുക എന്നുള്ളത് നമ്മൾ ഐഡിയലി പറയുന്നതാണ് എങ്കിലും ഹോട്ട് ടോപ്പിക്സിനെ മനസ്സിലാക്കിയതിനു ശേഷം അവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്കൊരു സ്ട്രാറ്റജിക്കൽ മൂവ് എന്ന് പറയുന്നത്. സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി, ഹാർഡ് ആയിട്ടുള്ള വർക്കിനെക്കാട്ടിലും സ്മാർട്ട് വർക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കൂടിയിരിക്കുന്ന എല്ലാവരും പ്രിപ്പയർ ചെയ്ത് ഇരിക്കുകയാണ്. ആ പ്രിപ്പറേഷന്റെ ലെവൽ, അതിന്റെ ഒരു ഇന്റൻസിറ്റിയിലെ വേരിയേഷൻ ഉള്ളൂ. സോ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ കറക്റ്റ് ട്രാക്കിൽ കൂടെ കൊണ്ടുപോകണം, എവിടെ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കാനനൈസേഷൻ, ടു ഹിസ് കോയ് മിസ്ട്രസ്, എപ്പിതലാമിയൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. എപ്പിതലാമിയനിൽ നിന്ന് VHSCക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. What is the significance of the character of Bunbury in the importance of being earnest? Bunbury എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, the importance of being earnest again and again, multiple time question വരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഓപ്ഷൻസിലും ഈ ഒരു ഏരിയ കാണാൻ പറ്റും. വളരെ ത്രഷ് ഹോൾഡോടുകൂടി തന്നെ നമ്മൾ സമീപിക്കേണ്ട, ഡീറ്റെയിൽഡ് ആയിട്ട്. പല സ്റ്റുഡൻസും ചോദിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അത് ചെയ്യേണ്ട ഏരിയാസ്, ചില ടോപ്പിക്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ആ പോർഷൻ കവർ ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് കഴിഞ്ഞുപോയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ അതാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഏരിയയും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിറിക്കൽ ബാലഡ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. റൊമാൻറ്റിക് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തും അതിന്റെ കോ ഓതേഴ്സും ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ലിറിക്കൽ ബാലഡ്സ് എന്നുള്ളത്. ദെൻ സെക്കൻഡ് കമ്മിങ്, നമുക്കറിയാം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസും കാര്യങ്ങളും കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻസ് ആയിട്ടോ ക്വസ്റ്റ്യൻ ആയിട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്. എഗൈൻ വേസ്ലൻഡ് വരുന്നുണ്ട്. ഓതർ തൊട്ട് ഏതൊക്കെ പാസേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് തുടങ്ങി ഓരോ ലൈൻസും അല്യൂഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് വേസ്ലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെറ്റാ തിയേറ്ററിന്റെ ഒക്കെ കാര്യങ്ങളുള്ള നൈറ്റ് അറ്റ് ദ സർക്കസ് പലരും പഠിക്കാതെ വിട്ടുപോകുന്ന ഒരു ഏരിയ ആണ്. യാതൊരു പാടുമില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാനും പഠിക്കാനും ക്വസ്റ്റ്യൻ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നൈറ്റ് അറ്റ് ദ സർക്കസ്. അതുപോലെ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്ന് ഏറ്റവും അധികം ചോദിക്കുന്ന ദ സ്കാർലറ്റ് ലെറ്റർ. ഇതെല്ലാം നമ്മൾ ഓപ്ഷൻസിൽ എവിടെ കാണുന്നുണ്ട്? ഈ VHSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ ഓവറോൾ കാണുന്ന കുറച്ച് ഏരിയ കൂടിയാണ് ഇതെന്ന് ഓർത്തിരിക്കാം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ഡാഡിയിൽ നിന്ന്. ഡാഡി എന്ന് പറയുന്ന പോയത്തില് എ മാൻ ഇൻ ബ്ലാക്ക് വിത്ത് എ ഡാഷ് എന്നാണ് പറയുന്നത്. ഡാഡി ഫിഗറിനെ അഡ്രസ് ചെയ്യുന്നതാണ്. ഡാഡി, സിൽവിയ പ്ലാത്തിന്റെ ഡാഡിയും റെപ്പറ്റേറ്റീവ് വാല്യൂ ഉള്ള ഒരു പോർഷൻ ആണ്. നിങ്ങളുടെ സിലബസിൽ ഇവർക്കൊക്കെ മുൻതൂക്കം കൊടുത്തു വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുമെന്ന്. ഇല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ഈ എടുത്ത കാര്യങ്ങളെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണും. ഒരു ഡിഫറെന്റ് ആംഗിളിൽ നിന്നോ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്നോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ എന്നേ ഉള്ളൂ. പക്ഷേ നിരന്തരം റെപ്പറ്റേറ്റീവ് വാല്യൂയോടുകൂടി ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. അതുകൊണ്ട് തന്നെ വരുന്ന HSCക്കും ഇത്തരം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഹൗ ഡസ് റാണി പ്രൂവ് ഹെർ ഇന്നസെൻസ് ഇൻ നാഗമണ്ഡല? നാഗമണ്ഡല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു പോർഷൻ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഡ്രാമയുടെ പാർട്ടിയിൽ നിന്നായാലും അതല്ല കർണാടിന്റെ പാർട്ടിയിൽ നിന്നായാലും ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നൊക്കെ ആയാലും ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഫ്രണ്ടിൽ ചോദിക്കാവുന്നതാണ്. നമുക്കിതിൽ നിന്നും ഒരുപാട് ഈ നാഗമണ്ഡലയൊക്കെ പഠിക്കുമ്പോൾ ക്യാരക്ടർ സ്കെച്ചും അനറ്റേഷനും കാര്യങ്ങളും ഉൾപ്പെടെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി, മിസ്റ്റിക് കാര്യങ്ങൾ, റെഫറൻസുകൾ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഡീറ്റെയിൽഡ് ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു പോർഷൻ കൂടിയാണ് നാഗമണ്ഡല.
ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ഏച്ചിങ് ജോയ്സ്. ഫിഗർ ഓഫ് സ്പീച്ച് എപ്പോഴും ചോദിക്കുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫിഗർ ഓഫ് സ്പീച്ചിന്. പഠിക്കാൻ വളരെ എളുപ്പമാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ബുദ്ധിപൂർവ്വം പഠിക്കണം. നമ്മൾ പഠിക്കുന്ന സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയത്തിൽ എന്തെങ്കിലും വളരെ എവിഡന്റ് ആയിട്ടുള്ള എന്തുണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ടോ എന്ന് നോക്കണം. എസ്പെഷ്യലി നിങ്ങൾ പഠിക്കുന്ന എല്ലാ പോയത്തിലും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും അത്തരത്തിൽ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി വെക്കുക. റെപ്പറ്റേറ്റീവ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് നമ്മൾ കണ്ട VHSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. കുറച്ച് ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നാഗമണ്ഡല, ഡാഡി, അതുപോലെ തന്നെ ജോൺ ഡണ്ണിന്റെ വർക്ക്സ്, കാനനൈസേഷൻ, അത്തരത്തിലുള്ള കുറച്ച് വർക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് ഉറപ്പായിട്ടും ചോദിക്കും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് PYQ ആണ് നമ്മൾ പറഞ്ഞത്. HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഫിഗർ ഓഫ് സ്പീച്ചിൽ നിന്ന് ഇവിടെയും ക്വസ്റ്റ്യൻ ഉണ്ട്. ഗ്രേഡ് എലിജിയില് ഈ ഒരു ലൈനിൽ ഏതാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വിയറി വേ എന്നുള്ളത് കുറച്ച് ബോൾഡ് ആക്കി തന്നിട്ടുണ്ട്. ഇത് ഏത് ഫിഗർ ഓഫ് സ്പീച്ചിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫിഗർ ഓഫ് സ്പീച്ച് എഗൈൻ റിപ്പീറ്റ് ചെയ്ത് VHSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് HSAയിൽ വരുമ്പോഴും നമ്മൾ അതേ ക്വസ്റ്റ്യൻ തന്നെ കാണുന്നു. പിന്നെ ഡണ്ണിന്റെ പോയംസ് ഓപ്ഷൻസും ഒക്കെ ആയിട്ട് പലയിടത്തും പ്രകടമാവുന്നുണ്ട്. സോ ജോൺ ഡണ്ണിന്റെ കാനനൈസേഷൻ നമ്മൾ VHSCയിൽ കണ്ടു. HSAയിൽ വന്നപ്പോൾ എഗൈൻ അവിടങ്ങളിലും ഇവിടങ്ങളിലും ഒക്കെ ആയിട്ട് ഡൺ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് എസീക്കിയലിന്റെ നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ ഇവിടെ ഇമ്പോർട്ടൻസോടെ ചോദിച്ചിട്ടുണ്ട്. മറ്റു പല പരീക്ഷകളിലും ഓപ്ഷൻസിലെങ്കിലും നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ, നസീം എസീക്കലിന്റെ നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓർത്ത് വെക്കാനും പഠിക്കാനും ഒക്കെ ഒരുപാട് എളുപ്പമുള്ള പോയമാണ്. പക്ഷേ പഠിക്കുമ്പം നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ ഒക്കെ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്ന് ഓർത്തിരിക്കുക. നമുക്ക് സിലബസ് വളരെ വാസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അവിടങ്ങളിൽ നിന്നൊക്കെ ഈ PYQ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നുകൂടി ശ്രദ്ധിച്ചു പഠിക്കുന്നത്, അവിടങ്ങളിലൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങളുടെ റാങ്ക് മേക്കിങ്ങിനെ ധാരാളമായിട്ട് സഹായിക്കുന്ന കാര്യമായിരിക്കും. ദെൻ ദ സബ് ടൈറ്റിൽ ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്. VHSCയിൽ നമ്മൾ ഒരു ക്യാരക്ടർ വൈസ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്. അതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ അതേ ഏരിയ തന്നെ അതിന്റെ സബ് ടൈറ്റിൽ, പുസ്തകത്തിന്റെ സബ് ടൈറ്റിലാണ് HSAക്ക് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നൊരു ഹിന്റ് ഇത് തരുന്നുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ബേക്കൺ യൂസിങ് സ്റ്റഡീസ് ടു മച്ച് ഫ്രം ഓർണമെന്റ്സ് ഈസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേക്കൺ, ചാൾസ് ലാംബ് ഇവരിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ഇവരുടെയൊക്കെ എസ്സേസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബേക്കൺ പഠിക്കുമ്പോഴും ചാൾസ് ലാംബ് പഠിക്കുമ്പോഴും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നമുക്കിപ്പം ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ടച്ച് സ്റ്റോൺ മെത്തേഡ് ആരാണ്? മാത്യു അർണൽഡ് ആണ് കൊണ്ടുവന്നത്. മാത്യു അർണൽഡ്, TS എലിയറ്റ്, ഇവരെ രണ്ടുപേരെയും മാത്യു അർണൽഡും TS എലിയറ്റും പഠിക്കുമ്പോൾ കുറച്ച് ഡെപ്തിൽ പഠിക്കണം എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇതൊരു സൂചനയാണ്. അടുത്ത എക്സാമിന് ചിലപ്പം TS എലിയറ്റിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. സോ മാത്യു അർണൽഡിനെയും TS എലിയറ്റിനെയും നമുക്ക് നന്നായിട്ടൊന്ന് ഓർത്തിരിക്കാം. നാഗമണ്ഡല ഇൻ ഓപ്ഷൻ അറിയാമല്ലോ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് നാഗമണ്ഡലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു, ഇവിടെ ഓപ്ഷനിൽ വരുന്നു. എല്ലാ പരീക്ഷകളിലും ബ്ലൂവസ്റ്റ് ആയി നമ്മൾ ഓപ്ഷൻ ആയിട്ട് കാണുന്നു. ടോണി മോറിസന്റെ ബ്ലൂവസ്റ്റ് ആയി നമ്മൾ പലയിടത്തും ഓപ്ഷൻസിൽ കാണുന്നു. സോ ഇതൊക്കെ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്നത്. ഇനി അടുത്ത പരീക്ഷ HSST ജൂനിയർ. HSST ജൂനിയർ ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവുന്നത്, പരീക്ഷ ഒന്നുകൂടി ടൈറ്റ് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. HSST ജൂനിയറിന് ചോദിച്ച ഇത്തരത്തിൽ സെയിം ഏരിയയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന, സിമിലർ ക്വസ്റ്റ്യൻ പൂളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് നോക്കാം. ദ കാനനൈസേഷൻ ഇമേജറി നോക്കി, കഴിഞ്ഞുപോയ 3 പരീക്ഷകളും ജോൺ ഡണ്ണിനെ പറ്റി പറയാതെ പോകുന്നേയില്ല. അതിൽ 2 പരീക്ഷകളിൽ കൃത്യമായിട്ട് ദ കാനനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുന്നു. ഡവ് കാനനൈസേഷനിൽ എന്ത് ഇമേജറി കാണിക്കാനാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് തരത്തിലുള്ള ഇമേജറി കാണിക്കാനാണ് നമ്മൾ ഡവിനെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഇത്തവണത്തെ HSAക്കും കാനനൈസേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം എന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഹിന്റ്. സോ പഠിക്കുമ്പോൾ അടിമുടി ഡീറ്റെയിൽ ആയിട്ട് MCQs സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ആപ്പിൽ, നമ്മുടെ എൻട്രി ആപ്പിൽ ഒരു പോർഷൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവാറുണ്ട്. അത് ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എക്സ്റ്റേണൽ പുറത്തു പോയി പഠിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും
പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കുമെന്നേ പറയത്തുള്ളൂ. എന്തുമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ എന്താവുകയാണ്, വെൽ വേഴ്സ്ഡ് ആവുകയാണ്. ഡാഡി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ക്യൂപ്പ് ഞാൻ കണ്ടിരുന്നു. ഏതാണ്ട് 40-50 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്. സോ അവിടങ്ങളിലൊക്കെ ആ ഒരു പഠിച്ച കാര്യം റിവൈസ് ചെയ്യാനും ചിലപ്പം പഠിപ്പിച്ച ടീച്ചർ പറയുന്നതിനും അപ്പുറത്ത് ഒരു മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആള് കണ്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിയറി പാർട്ട് അത്രമാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണ്. സോ ഈ പറയുന്ന പോർഷൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. കാനനൈസേഷൻ നമ്മൾ കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോയ് മിസ്ട്രസ് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, കഴിഞ്ഞ എക്സാമിനും ചോദിച്ചതാണ്. ആൻഡ്രൂ മാർവെലിന്റെ കോയ് മിസ്ട്രസിൽ നിന്ന് ഏത് ക്ലാസിക്കൽ, ട്രാജിക്കൽ, ലാറ്റിൻ, ലവ്, എലിജി ഫോമിലോട്ടാണ് ഇത് പോകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡ്രമാറ്റിക് മോണോലോഗ് ഒക്കെ പറയാമെങ്കിൽ പോലും കുറച്ചുകൂടി അതിനെ ഓറിയന്റ് ചെയ്ത ഒരു ആൻസർ ആണ് ഇവിടെ വരേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം ഇവിടെ ആവശ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രീം ചിൽഡ്രൻ ചാൾസ് ലാംബ് എസ്സേ. പറഞ്ഞതേ ഉള്ളൂ, എസ്സേയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ബേക്കണിന്റെ എസ്സേ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ചാൾസ് ലാംബിന്റെ എസ്സേ. 2 എസ്സേയിസ്റ്റുകളെയും നിർബന്ധമായിട്ട് ഒന്നിച്ചു പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ, എന്നാൽ ചോദിക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അവർ മാത്രമേ ഉള്ളൂ, അല്ല, എങ്കിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മാത്യു അർണൽഡിനെയും നിങ്ങൾ TS എലിയറ്റിനെയും ഒരുപോലെ പഠിക്കണം. ടച്ച് സ്റ്റോൺ മെത്തേഡ് ഉണ്ട്, നമുക്ക് ഡീപേഴ്സണൈസേഷൻ മെത്തേഡ് ഉണ്ട്, ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലമെന്റ്സും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഇവിടുത്തെ ഡീപേഴ്സണലൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞു തീർന്നതേ ഉള്ളൂ. എഗെയിൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏത് ക്വസ്റ്റ്യൻ വരും, എങ്ങനെ വരും, അതിനെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഒരു പാറ്റേൺ വിസിബിൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. നമ്മൾ ആ ഒരു പാറ്റേണിൽ പഠിച്ചാൽ നമ്മൾ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ നമുക്കൊരു മിനിമം നോളജ് കാണും. ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ നിന്നൊന്നും എനിക്ക് തെറ്റത്തില്ല, പിന്നെ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സോ ആ ഒരു കോൺഫിഡൻസോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എക്സാം ഹാളിലേക്ക് പോകാൻ. നമ്മുടെ മുൻപിൽ ടൈമിന്റെ ഒരു കൺസ്ട്രെയിനും ഇല്ല, പ്രിപ്പറേഷൻ ഒരു കൺസ്ട്രെയിനും ഇല്ല. നിങ്ങൾ വർക്കിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കോട്ടെ. പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് PGയും BEഡും ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ BEഡ് തന്നെ HSI PG ഇല്ലാത്തവരാണെങ്കിൽ BEഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്വാളിഫയിങ് എക്സാം എല്ലാം എഴുതിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, നമുക്കൊരു കുഞ്ഞുണ്ടായിരിക്കും, നമുക്ക് നോക്കാൻ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് പോലും പഠിക്കാൻ പറ്റുന്ന അത്രയും സമയം ഈ എക്സാമിനുണ്ട്. പക്ഷേ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ലിമിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ആദ്യം. നമുക്ക് സമയമില്ലേ, അതോ ഓർമ്മിക്കാൻ വർഷങ്ങൾ ഓർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? സോ എന്താണ് നിങ്ങളുടെ ലിമിറ്റേഷൻ? അത് റിസോൾവ് ചെയ്യുന്നിടത്താണ്, അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുന്നിടത്താണ് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ഭീതി, എന്താണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഫാക്ടർ എന്ന് സ്വയം അനലൈസ് ചെയ്യുക. അതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യുക. അതിനൊരു ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. ബിക്കോസ് ദിസ് ഈസ് ദി റൈറ്റ് ടൈം. ഇതാണ് സമയം. 1 വർഷത്തോളം നമുക്ക് നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ ശകലം പഠിച്ചാലും കുറേശ്ശെ പഠിച്ചാലും നമ്മൾ ആ ഒരു ഫൈനൽ ലാപ്പിലോട്ട് നമുക്ക് എത്താൻ സമയമുണ്ട്. നിങ്ങൾ 1 മണിക്കൂർ വെച്ച് ഒരു ദിവസം പഠിച്ചാൽ പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുകയും പിന്നെ അവനവന്റെ അവസ്ഥകളെ നമ്മൾ കുറ്റം പറയുകയും ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോഗ്രസ്സിലോട്ട്, നമ്മൾ ആ അച്ചീവ് ചെയ്യുന്ന ആ ഒരു ഡ്രീമിലോട്ട് എത്താൻ പറ്റില്ല. നിങ്ങളൊരു വലിയ വർക്ക് അല്ല, നമ്മൾ തരുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് അനലൈസ് ചെയ്യാനും നോട്ട് ഉണ്ടാക്കാനും MCQ കണ്ടുപിടിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ നമ്മളുണ്ട്. സോ നിങ്ങൾ അതിന്റെ ആ ഒരു ഫ്രൂട്ട് എടുത്ത് അതിൽ വർക്ക് ചെയ്താൽ മതി. സോ ദാറ്റ് ആ ഒരു കൊളാബ് എഫേർട്ടായിട്ട് ഇത് പോവും. നോക്കി, ഈ ഏരിയാസിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് 100% വരും. ഇവിടെ നാഗമണ്ഡലയില് കുരുടവയുടെ സണ്ണിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നാഗമണ്ഡല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്യാരക്ടർ സ്കെച്ചും അതിന്റെ മിത്തിക്കൽ കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പോകുന്ന നമ്മളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, യാതൊരു പാടുമില്ല. അതുപോലെ തന്നെ എഗൈൻ നിസീം എസീക്കിയലിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി. ഇൻ എസീക്കിയൽസ് പോയം ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി ദ മേജർ ടെൽസ് ദ സ്റ്റോറി ഓഫ് ഏത് വാറിന്റെ കഥയാണ് മേജർ പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എസീക്കിയലിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട് 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴേ ഐഡന്റിഫൈ ചെയ്ത് മാറ്റി. സോ അവിടെ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അദ്ദേഹം പറയുന്നത് ഏത് വാറിന്റെ കഥയാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കും.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോ ബ്ലൂവസ്റ്റ് ഐ എഗൈൻ ഇൻ ഓപ്ഷൻസ്. പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതേ ഉള്ളൂ, യാതൊരു സംശയവും ഇല്ല. സോ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാഗമണ്ഡല, ടു ഹിസ് കോയ് മിസ്ട്രസ്, 2 എസ്സേയിസ്റ്റുകൾ, മാത്യു അർണൾഡ്, TS എലിയറ്റ്, ഇതിനെയൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഏരിയാസ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നാഗമണ്ഡലയും നൈറ്റ് അറ്റ് ദി സർക്കസും അതുപോലെ തന്നെ സ്കോർപിയോണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സും നസീം എസേക്കിയൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. സോ ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഡീകോഡിങ് നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി, അതായത് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. തുടരണമെങ്കിൽ കമന്റ് ചെയ്യാം. ഡീകോഡിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഓരോ ഏരിയാസും എടുത്ത് നമ്മൾ MCQs ചെയ്യുന്നതായിരിക്കും. ഇത് കോഴ്സിന് പാരലായിട്ടായിരിക്കും നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോഴ്സിൽ TS എലിയറ്റും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഡീകോഡിങ്ങിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 10 ഏരിയാസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇന്ന് 6-7 എണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിൽ ഓരോന്നിൽ നിന്നും 100ഓളം MCQs ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പോകാതെ ആ റാങ്കിലേക്ക് നടന്നെടുക്കാൻ, റാങ്ക് മേടിക്കുക എന്നതിനപ്പുറമാണ് ജോലി മേടിക്കുക. അങ്ങനെ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ റാങ്ക് സ്വപ്നങ്ങളൊക്കെ മേ ബി എല്ലാവർക്കും കാണില്ലായിരിക്കും, എങ്കിൽ പോലും ജോലി നേടുക, ഗവൺമെന്റ് സർവീസിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിന് പെട്ടെന്ന് നമ്മളെ ആക്സിലറേറ്റ് ചെയ്ത് അവിടെ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഡീകോഡിങ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് നമ്മുടെ ലൈറ്റ്, നമ്മുടെ ടോർച്ച് എന്ന് പറയുന്നത്. സോ ആ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആപ്പിൽ ക്ലാസ്സിൽ കേൾക്കുമ്പോഴായാലും അവിടങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക, കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക. അത്തരത്തിലല്ല നമ്മൾ ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഏരിയാസിൽ സമയം കളയുന്നതിലും നമ്മളത് പഠിക്കണം, പഠിക്കേണ്ടതല്ല. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. എന്നാലും ഒരു പിടി നിങ്ങൾ ഇമ്പോർട്ടൻസ് ഈ ഏരിയാസിന് കൊടുക്കുക. ഓക്കെ, HSA ഇംഗ്ലീഷിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോബ് ബാച്ചസ് റണ്ണിങ് ആണ്. ഏർലി ബേർഡ് ക്യാച്ചസ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സമയം, വിലപ്പെട്ട സമയം ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കൊരു വളരെ വളരെ സ്മൂത്ത് ആയിട്ട് ആ ഒരു പ്രോസസ്സിലേക്ക്, ആ ഫൈനൽ ലാപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. താങ്ക് യു.